നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ മേയർക്കെതിരെ ഡെപ്യൂട്ടി മേയർ ML റോസിയുടെ കടുത്ത വിമർശനം. മുതിർന്ന പൗരന്മാരുടെ പ്രശ്ന പരിഹാരത്തിന് സാമൂഹിക ഇടപെടൽ വേണമെന്ന വനിതാ കമ്മീഷൻ അംഗം ഇന്ദിര രവീന്ദ്രൻ. വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ SSLC+2 പുരസ്കാര വിതരണം മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പൂമല ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് രക്തദാന ക്യാമ്പ് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ശനിയാഴ്ച ചേർന്ന കോർപ്പറേഷൻ കൗൺസിൽ യോഗം നിയമാനുസൃതം വിളിക്കാത്തതിൽ പ്രതിഷേധിച്ച് UDF കൗൺസിലർമാർ കറുത്ത വസ്ത്രം ധരിച്ച് ഹാജരായി. മേയർക്കെതിരെ UDF നേതാവ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനിടെ മേയർക്കും ഭരണസമിതിക്കുമെതിരെ ഡെപ്യൂട്ടി മേയർ ML റോസി കടുത്ത വിമർശനമുയർത്തി. ഒരു കാര്യവും കൗൺസിലർമാരെ അറിയിക്കാതെ ഭരണം വ്യക്തികേന്ദ്രമാക്കി മാറ്റിയെന്നും ജനകീയ കേന്ദ്രങ്ങളിൽ ഒരു നടപടിയും മേയർ സ്വീകരിക്കുന്നില്ലെന്നും ML റോസി ആരോപിച്ചു. വളരെ പ്രശ്നമുണ്ട്. ഇനി എന്തിനാണ് നമ്മൾ കൗൺസിൽ പോകുന്നത്? ഇനി പരസ്പര ബന്ധമില്ലാത്ത പരസ്പരം ഒന്നും അറിയിക്കാത്ത ഇനി ഞാൻ കാര്യങ്ങൾ തുറന്നടിച്ച് കൗൺസിൽ അറിയിക്കാം. ഞാൻ ഡെപ്യൂട്ടി മേയറാണ്. സ്ഥാപിച്ചിട്ട് ചെയർമാന്മാരുണ്ട്. ഒരു കാര്യം ചർച്ച ചെയ്യാൻ ഒരാളെ മിസ്റ്റർ വർഗീസ് ഉണ്ടുകൊടുത്തി മേയർ HIP ഇത്ര മൂന്നാണ് പറ്റം. ഇവരാണ് ചർച്ച. വളരെ പ്രശ്നമുണ്ട്. ഞങ്ങളൊക്കെ പറഞ്ഞു ഞാൻ മീറ്റിംഗ് പോകാറില്ലേ? മുട്ടിൽ മീറ്റിംഗ് പോയിട്ടുണ്ടാവും. നോക്കുത്തി പോലെ ഈ ബാങ്ക് പിടിച്ചിരിക്കുക. എവിടെന്ന് വെച്ചു നടത്തേണ്ട കാര്യം നടക്കേണ്ട സമയങ്ങളിൽ നടക്കേണ്ട സമയത്ത് കൂടിയാലോചന, പരസ്പര ബന്ധം, ആലോചന, ചർച്ച, ഇതിനോട് തീരുമാനങ്ങൾ നിർത്താം. മുതിർന്ന പൗരന്മാരുടെ പ്രശ്ന പരിഹാരത്തിന് സാമൂഹിക ഇടപെടൽ വേണമെന്ന് അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ. തൃശൂർ ടൗൺ ഹാളിൽ നടത്തിയ ജില്ലാതല അദാലത്തിൽ പരാതികൾ തീർപ്പാക്കിയ ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം. മുതിർന്ന പൗരന്മാർക്ക് പ്രായം കൂടുമ്പോൾ ചലനശേഷി കുറയുകയും സാമൂഹിക ഇടപെടലുകൾ കുറയുകയും ചെയ്യും. വലിയ ഏകാന്തത അനുഭവപ്പെടും. മാനസിക സംഘർഷത്തിന് വഴിയൊരുക്കും. സാമൂഹികമായ ഇടപെടലുകൾ കൂടുതൽ പ്രയോജനകരമാകും. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് വിധേയരാകുന്നു. ഏകാന്തത സഹായത്തിനായി പലരെയും ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ, ചൂഷിതരാകുന്ന സാഹചര്യവും. ഈ പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവർക്ക് പരിഗണനയും ശ്രദ്ധയും ആവശ്യമായ സഹായവും നൽകണം. നഗരത്തിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ത്രീകൾക്ക് തുണയാകുന്നതിന് റെസിഡൻഷ്യൽ അസോസിയേഷനുകൾക്ക് നല്ല പങ്കുവഹിക്കാം. വിവാഹേതര ബന്ധങ്ങളുടെ ഫലമായി കുടുംബജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാവുകയും ദമ്പതികൾ തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതും മൂലം പ്രശ്നങ്ങളും അദാലത്തിലെത്തുന്നു. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജാഗ്രതാ സമിതികൾക്ക് ഏറെ പങ്കുവഹിക്കാനുണ്ട്. ഉദ്യോഗസ്ഥകളായ സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടിന്റെ ആനുകൂല്യം ലഭിക്കാൻ അവകാശമുണ്ടെങ്കിലും സ്ഥാപനങ്ങൾ ഈ പരിരക്ഷ നൽകുന്നതിൽ വിമുഖത കാണിക്കുന്നു. പോഷ് ആക്ട് പ്രകാരം സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള ഇന്റേണൽ കമ്മിറ്റി സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളിലും രൂപീകരിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടപടിയെടുക്കണമെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു. ജില്ലാതല അദാലത്തിൽ 25 പരാതികൾ തീർപ്പാക്കി. 4 പരാതികൾ പോലീസ് റിപ്പോർട്ടിനായി അയച്ചു. ശേഷിക്കുന്ന 41 പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും. ആകെ 70 പരാതികൾ പരിഗണിച്ചു. പാനൽ അഭിഭാഷക സജിത അനിൽ, ബിന്ദു മേനോൻ, ഫാമിലി കൗൺസിലർ മാല രമണൻ, വനിതാ സെൽ പോലീസ് ഉദ്യോഗസ്ഥ സുജ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ കോർപ്പറേഷൻ മേയർ സമ്പൂർണ്ണ പരാജയമെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP. അധികാര വടംവലിയും പിന്നിൽ നിന്ന് കുത്തലുമായി ഭരണസ്തംഭനം നേരിടുന്ന തൃശൂർ കോർപ്പറേഷന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് CPM മറുപടി നൽകണം.
ജനങ്ങൾ കനത്ത വില നൽകേണ്ടി വന്നിരിക്കുന്നു. ദൈനംദിന കാര്യങ്ങൾ അവതാളത്തിലാക്കിയതിന്റെ ഉത്തരവാദിത്വം മേയർക്കും CPM-നുമാണ്. LDF മേയർ ആയിരിക്കെ BJP പാർലമെന്റ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി രഹസ്യവും പരസ്യവുമായി സഹായിച്ച MK വർഗീസിനെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ LDF-ലെ പ്രധാന കക്ഷിയായി CPM മുൻകൈയെടുക്കണം. 70 ദിവസമായി കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടാതിരിക്കുന്നത് നിയമപരമായും കേരള മുനിസിപ്പാലിറ്റി ചട്ടങ്ങൾക്ക് വിരുദ്ധവുമാണ്. മേയർ രാജിവെക്കണമെന്ന മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്ന CPI നേതാക്കൾ മേയർക്കുള്ള CPIയുടെ പിന്തുണ പിൻവലിച്ചുവെന്നുള്ള രേഖപ്രകാരമുള്ള കത്ത് നിയമപരമായ അധികാരികൾക്ക് നൽകണം. ആയിരക്കണക്കിന് ഫയലുകൾ കൗൺസിൽ തീരുമാനത്തിന് വേണ്ടി കാത്തുനിൽക്കുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ തടഞ്ഞുകൊണ്ടും വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കാതെയും കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട നികുതിക്കൊള്ള നടക്കുമ്പോൾ മേയർ യോഗം വിളിക്കാതെ ദിവസങ്ങൾ മുന്നോട്ട് പോയത് LDF ഭരണസമിതി തൃശൂർ ജനതയോട് കാണിച്ച വഞ്ചനയാണെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ പറഞ്ഞു. മുൻ മേയർ IP പോൾ അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, മുൻ MLA TV ചന്ദ്രമോഹൻ, ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, ജോൺ ഡാനിയൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. മാസങ്ങളായി തൃശൂർ കോർപ്പറേഷനിലെ ഭരണം സ്തംഭനത്തിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഭരണ സ്തംഭനത്തിന് കാരണം മറ്റിടങ്ങളിലേതുപോലെ പ്രതിപക്ഷമല്ല. പലപ്പോഴും ഭരണം സ്തംഭിപ്പിക്കുന്നത് പ്രതിപക്ഷമായി. ഇവിടെ നേരെ തിരിച്ച് ഭരണപക്ഷം തന്നെ ഭരണം സ്തംഭിപ്പിച്ച ഒരു അപൂർവമായ അവസ്ഥയാണുള്ളത്. ആമുഖമായി സ്വാഗതം പറയുമ്പോൾ ആ കാരണങ്ങളെക്കുറിച്ചൊക്കെ ശ്രീ രാജൻ പല്ലൻ ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ ജനജീവിതം പൂർണ്ണമായിട്ടും ദുസ്സഹമാക്കിയിരിക്കുക. ഒരു കോർപ്പറേഷൻ എന്ന് വെച്ചാൽ ഒരു പ്രാദേശിക ഗവൺമെന്റാണ്. എല്ലാ ലോക്കൽ ബോഡികളും ലോക്കൽ ഗവൺമെന്റ് മാതിരിയാണ് പ്രവർത്തിക്കുന്നത്. അധികാര വികേന്ദ്രീകരണം നടത്തിയ നരസിംഹറാവുവിന്റെ സർക്കാർ, കോൺഗ്രസ് സർക്കാർ വിഭാവനം ചെയ്തതും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വയം ഭരണത്തിന്റെ അവസ്ഥയിലേക്ക്, അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായും സാമൂഹികമായും വളർച്ച നേടാൻ വേണ്ടി വളരെ വിശാല വീക്ഷണത്തോടുകൂടി നടപ്പിലാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പതിറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുക. ഇവിടെ കോർപ്പറേഷനിലെ മെമ്പർമാരെ ജനങ്ങൾ തിരഞ്ഞെടുത്തു. ഏകദേശം തുല്യ അവസ്ഥയാണ് ഉണ്ടായത്. നടത്തറ പഞ്ചായത്തിലെ ഞാറക്കുറ നെല്ലാനി റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പരാതി. നടത്തറ പഞ്ചായത്ത് 8-ാം വാർഡിൽ ഉൾപ്പെട്ട ഞാറക്കുറ നെല്ലാനി റോഡ് അപകടാവസ്ഥയിലാണ്. റോഡിന്റെ സംരക്ഷണ ഭിത്തിയോട് ചേർന്ന് വലിയ ഗർത്തം രൂപപ്പെട്ടു. ഇതുവഴിയുള്ള വാഹനയാത്ര അപകടാവസ്ഥയിലാണ്. 10ഓളം സ്കൂൾ വാഹനങ്ങളും മറ്റ് സ്വകാര്യ വാഹനങ്ങളും അടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. 1 വർഷത്തോളമായി റോഡ് ഇങ്ങനെ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അധികൃതരാരും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതേ തുടർന്നാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തറ കമ്മിറ്റിക്ക് വേണ്ടി ജിജോ കൊച്ചുപുരയ്ക്കൽ നടത്തറ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയത്. കേരള സ്റ്റേറ്റ് സീനിയർ ഷട്ടിൽ ചാമ്പ്യൻഷിപ്പ് VKN ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജൂലൈ 20 മുതൽ 23 വരെ. കേണൽ NS ദയാലൻ മെമ്മോറിയൽ ടൂർണമെന്റിൽ കേരള സ്റ്റേറ്റ് സീനിയർ കളിക്കാരും അണ്ടർ-19 ആൺകുട്ടികളും പെൺകുട്ടികളും പങ്കെടുക്കും. ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി രാജൻ നിർവഹിക്കും. ഈ ചാമ്പ്യൻഷിപ്പിലെ വിജയികൾ ഇക്കൊല്ലം നടക്കുന്ന 2 സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ 1 മുതൽ 16 വരെ സ്ഥാനക്കാരും ഡബിൾസിലും മിക്സഡ് ഡബിൾസിലും 1 മുതൽ 8 വരെ സ്ഥാനക്കാർക്കും പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ SSLC+2 പുരസ്കാര വിതരണം ബാങ്ക് ഹാളിൽ മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് KG അനൂപ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത്, പഞ്ചായത്ത് അംഗം തുളസി സുരേഷ്, CPM ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ, MM അവറാച്ചൻ, ബാങ്ക് മുൻ പ്രസിഡന്റ് EG സുരേഷ് എന്നിവർ പങ്കെടുത്തു. ബാങ്ക് വൈസ് പ്രസിഡന്റ് PR രതീഷ് സ്വാഗതവും KP പ്രശാന്ത് നന്ദിയും അറിയിച്ചു. നേരത്തെ
പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു. കുറേ വർഷത്തെ പരിചയം നമ്മുടെ കെ കെ സുരേന്ദ്രനെയും അതുപോലെ തന്നെ എം ജി രാമകൃഷ്ണനെയും എല്ലാം ഓർമ്മിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തുന്ന ഒരു ചരിത്രം ഉറങ്ങുന്ന ഈ നമ്മുടെ ബാങ്കിൽ നിന്ന് അണ്ണാറക്കണ്ണൻ തന്നാലായത് എന്ന് പറയുന്നത് പോലെ ചെറുതായതിൽ നിന്ന് വലുതായി ഒരു മികച്ച ഒരു സ്ഥാപനമായി നമുക്ക് മാറാനായിട്ട് നമ്മുടെ ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. ബാങ്കിന് കീഴിലുള്ള തൊട്ടു പരിസരത്തുള്ള മാടക്കത്തറ സ്കൂള്, കട്ടിലപ്പൂവം യൂണിവേഴ്സിറ്റി ഇങ്ങനെയുള്ള സ്കൂളുകളിലേക്കെല്ലാം പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ബാങ്ക് മുന്നോട്ട് പോകുന്നു. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മള് വിട്ടൊന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കാട്ടുപന്നിയെ പിടികൂടി ഇറച്ചി വിൽപ്പന നടത്തിയ സഹോദരങ്ങളായ 2 പേരെ മാന്നാമംഗലം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. ഇക്കഴിഞ്ഞ 3-ാം തീയതി കണ്ണാറ മാരക്കൽ ഭാഗത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് വൈദ്യുതിക്കിണി ഉപയോഗിച്ച് കാട്ടുപന്നിയെ പിടികൂടിയത്. തുടർന്ന് ഇറച്ചിയാക്കി വിൽപ്പന നടത്തി. വനം വകുപ്പിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാന്നാമംഗലം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിലാണ് കണ്ണാറ മാരക്കൽ സ്വദേശികളായ ഇളംകുളം വീട്ടിൽ 63 വയസ്സുള്ള ബേബി, സഹോദരൻ മോനായി എന്ന് വിളിക്കുന്ന 60 വയസ്സുള്ള കുര്യാക്കോസ് എന്നിവരെ അറസ്റ്റ് ചെയ്തത്. പിടിയിലായ ബേബി 2012 നെല്ലിയാമ്പതി വനത്തിൽ വെച്ച് കരടിയെ വേട്ടയാടി പിടിച്ചതിനും 2021 അബ്ഗാരി കേസിലും അറസ്റ്റിലായിട്ടുണ്ട്. പട്ടിക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ AC പ്രജി, മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ട്രെയിനി ഷിനു മുഹമ്മദ്, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ M ഷാജഹാൻ, ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ MP സജീവ് കുമാർ, PK മുഹമ്മദ് ഷമീം, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ TU രാജ്കുമാർ, NM ഷിജു, KV ദിബു,
KS ഷിജു, NB ധന്യ, CS അഞ്ജന, MB ബിജേഷ്, AP പ്രബിൻ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. തൃശൂർ ജില്ലാ പൗരാവകാശ വേദി നടത്ര ആശ്രയ ഭവനിൽ നടത്തിയ 10ാം വർഷത്തെ കർക്കിടക ഔഷധക്കൂട്ട് വിതരണം ചെയർമാൻ ദാസൻ കാട്ടുങ്ങൽ നിർവഹിച്ചു. പ്രായം ചെന്ന് ബന്ധുക്കളാലും സമൂഹത്താലും ഉപേക്ഷിക്കപ്പെട്ട ഇവരെ സ്നേഹിക്കാനും സാന്ത്വനിപ്പിക്കാനും സമൂഹത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് എന്ന തോന്നൽ സൃഷ്ടിക്കാനും കഴിഞ്ഞ 10 വർഷമായി ഔഷധ മരുന്ന് മാത്രമല്ല ഉടുക്കാനും പുതയ്ക്കാനും വിശേഷ ദിവസങ്ങളിൽ സമൃദ്ധിയായി ഭക്ഷണം നൽകാനും ജില്ലാ പൗരാവകാശ വേദി ശ്രമിക്കുന്നു. ലീന പീറ്ററിന്റെ നേതൃത്വത്തിൽ നടത്ര ആശ്രയ ഭവനിൽ കഴിയുന്ന രോഗികൾ, മാനസിക താളം തെറ്റി റോഡിൽ അലയുന്നവർ, വീട്ടുകാർ വഴിയിൽ ഉപേക്ഷിക്കുന്ന വൃദ്ധർ തുടങ്ങിയവരെ ശുശ്രൂഷിച്ച് പരിപാലിച്ചു വരുന്നു. അവർക്ക് പിന്തുണയുമായി ജില്ലാ പൗരാവകാശ വേദി എന്നും ഒപ്പമുണ്ട്. ചടങ്ങിൽ EC സുമേഷ് അധ്യക്ഷത വഹിച്ചു. ആന്റോ മോഹൻ, PL ജോർജ്, സുരേഷ്, ലീന പീറ്റർ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ 74ലെ ബോണസ് സമരത്തിന്റെ 50ാം വാർഷികാഘോഷവും സമര പോരാളികൾക്ക് ആദരവും സംഘടിപ്പിച്ചു. ഓഡിറ്റ് ആൻഡ് അക്കൌണ്ട്സ് അസോസിയേഷൻ, ഓഡിറ്റ് ആൻഡ് അക്കൌണ്ട്സ് പെൻഷനേഴ്സ് അസോസിയേഷൻ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ അയ്യന്തോൾ കോസ്ഫോർഡിൽ നടന്ന ചടങ്ങ് CGPA ജനറൽ സെക്രട്ടറി TN വെങ്കടേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. AAPA പ്രസിഡന്റ് K കമലാസനൻ അധ്യക്ഷനായി. V ശ്രീകുമാർ, CA മജീദ്, KA മാനുവൽ, K സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ബോണസ് സമരത്തിൽ പങ്കെടുത്തതിന് പിരിച്ചുവിടപ്പെട്ട TN വെങ്കടേശ്വരനെയും മറ്റ് സമര നേതാക്കളെയും ആദരിച്ചു. പീച്ചി കണ്ണാറ കമ്പനിപ്പടിക്കു സമീപം മണ്ടൻചിറ റോഡിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ കനത്ത മഴയിലും കാറ്റിലും തെങ്ങ് കടപുഴകി വീണ് വൈദ്യുതി ലൈൻ പൊട്ടി. വൈദ്യുതി ലൈനിലെ TV കേബിളുകളും പൊട്ടി. ഇതോടെ വൈദ്യുതി വിതരണവും കേബിൾ TV സർവീസും തടസ്സപ്പെട്ടു. അന്താരാഷ്ട്ര ചെസ് ദിനമായ ജൂലൈ 20-ന് കാഴ്ച പരിമിതരായ 15 ചെസ് താരങ്ങൾ കാഴ്ചശേഷിയുള്ള 15 ചെസ് പ്രതിയോഗികളുമായി ക്ലാസിക്കൽ ചെസ് പോരാട്ടം നടന്നു. തൃശൂർ പാലസ് റോഡിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ ഹാളിൽ VS സുനിൽകുമാർ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാഴ്ച പരിമിതർ കളിക്കാൻ ഉപയോഗിക്കുന്ന ബ്രെയിൽ ചെസ് ബോർഡുകളിൽ കറുത്ത കരുക്കൾക്ക് നൽകിയിട്ടുള്ള ചെറിയ മുഴകളെ തൊട്ടറിഞ്ഞുകൊണ്ടാണ് ഇവർ വെളുത്ത കറുത്ത കരുക്കൾ തമ്മിൽ തിരിച്ചറിയുന്നത്. കാഴ്ച പരിമിതർക്ക് ഇതുവരെ യാതൊരു സർക്കാർ സഹായമോ അംഗീകാരമോ നൽകിയിട്ടില്ല എന്നത് ഖേദകരമാണ്. അതിപ്പോ ഓൺലൈൻ ചെസ് കോമ്പറ്റീഷൻ എങ്ങനെ നടക്കുന്നെനിക്ക് അറിയില്ല. കാരണം ഈ ഇന്റർനെറ്റിനൊക്കെ എന്തോ തകരാറ് സംഭവിച്ചു എന്നുള്ള വാർത്ത പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ലോക റെക്കോർഡിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ ടൂർണമെന്റ് എന്നാണ് പത്രത്തിൽ ഞാൻ വായിച്ചത്. അപ്പോൾ നമ്മളിന്ന് ലോക ചെസ് ദിനത്തോടനുബന്ധിച്ചുള്ള ലോകത്തിനുള്ളിൽ നടക്കുന്ന ചെസ് ടൂർണമെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ടൂർണമെന്റ് നടക്കുന്നതെങ്കിലും വളരെ വ്യത്യസ്തമായ രീതിയിൽ സംഘടിപ്പിച്ച ഇവിടുത്തെ നമ്മുടെ ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ സ്കൂൾസിന്റെയും അനിൽ ഭാഷ അടക്കമുള്ളതിന്റെ സംഘാടകരോട് ഞാൻ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം വിഷ്വലി ചലഞ്ചറായിട്ടുള്ള താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് വിഷ്വലി ചലഞ്ചറല്ലാത്ത താരങ്ങൾ കൂടി അണിനിരക്കുന്ന ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു ചെസ് ദിനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വലിയ ഒരു എന്താണ് ഒരു മുഖം അതിന് വന്നിരിക്കുകയാണ്. 2 കളങ്ങളാണ് ഉള്ളത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ബ്ലാക്ക് നമ്മുടെ ഇപ്പോൾ ബോർഡിൽ ഇപ്പോൾ പഠന ബോർഡിൽ ബ്ലാക്കിന് കുറച്ച് ഉയർന്ന കളങ്ങളും വൈറ്റിന് കുറച്ച് താഴ്ന്ന കളങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് തൊട്ട് നോക്കിയാൽ പൊന്തി കാണുന്നതെല്ലാം ബ്ലാക്ക് ആണെന്നും താഴ്ന്ന് കാണുന്നതെല്ലാം വൈറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ കോയിൻസിനെ മറ്റേ ബ്ലാക്ക് കോയിൻസിൻ്റെ ഹെഡിൽ തലയിൽ ഒരു കുത്ത് കാണുന്നു. അപ്പോൾ നമുക്ക് ആ കുത്ത് നോക്കിയിട്ട് ആ ബ്ലാക്ക് കോയിൻസ് ബ്ലാക്ക് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. അതുപോലെ വൈറ്റിൻ്റെ പ്ലെയിനാണ്, അത് പ്ലെയിനായിട്ടുള്ളത് വൈറ്റാണ്. അത് നമുക്ക് തൊട്ട് നോക്കി സ്പർശിച്ച് നോക്കി കഴിഞ്ഞാൽ അത് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഏത് മൂവായാലും നമ്മൾ ടച്ച് കഴിഞ്ഞാൽ എതിരാളിക്ക് അത് ശരിക്കും ടച്ച് സ്പർശിച്ച് നോക്കി മനസ്സിലാക്കാനുള്ള അധികാരം അതിലുണ്ട്.
അത് ഇരു പ്ലെയേഴ്സിന് നല്ലതാണ്. അപ്പോൾ ഈ 4 കളിച്ച് കഴിഞ്ഞാൽ ഒപ്പോണൻറ്റ് അത് ഈ 4 തന്നെയാണോ കളിച്ചിരിക്കുന്നത്, 4 എന്നിട്ട് രാജാവിൻ്റെ മുമ്പിൽ നിന്ന് 2 സ്റ്റെപ്പ് മുമ്പിലാണോ കളിച്ചിരിക്കുന്നത് ഇത് കൈകൊണ്ട് തൊട്ടുന്നു. എന്നിട്ട് അത് മനസ്സിലാക്കും. എന്നിട്ട് അതിനനുസരിച്ചിട്ട് E5 ആണോ D5 ആണോ കളിക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ബ്ലാക്ക് കളിക്കും. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. വാർത്തകളിലേക്ക് വീണ്ടും. പൂമല ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് വടക്കാഞ്ചേരി ക്ലസ്റ്റർ തല ഉദ്ഘാടനം നടത്തി. ജില്ലാ കൺവീനർ MV പ്രതീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ AR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിയൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ N നുഹ്മാൻ വിശിഷ്ടാതിഥിയായി. ചടങ്ങിൽ വടക്കാഞ്ചേരി PS ശ്രീകല ടീച്ചർ സന്ദേശം നൽകി. ബ്ലഡ് ഡൊണേഷൻ കോർഡിനേറ്റർ V അജിതൻ, പൂമല വിദ്യാഭ്യാസ ട്രസ്റ്റ് സെക്രട്ടറി KT ജോസ്, PTA പ്രസിഡന്റ് GB ജോസഫ്, ഹെഡ്മിസ്റ്റേഴ്സ് ലവി വർഗീസ്, പ്രോഗ്രാം ഓഫീസർ KC ശ്രീജ, പ്രിൻസിപ്പാൾ CR ലീന എന്നിവർ സംസാരിച്ചു. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഹെറോയിനുമായി അസം സ്വദേശി ഒല്ലൂർ പോലീസിന്റെ പിടിയിൽ. അസം നാഗൂൺ സ്വദേശി 33 വയസ്സുള്ള അനാറുൾ ഹക്കാണ് പിടിയിലായത്. ചെറിയ 20 ബോട്ടിലുകളിലായി കൊണ്ടുവന്ന 2 ഗ്രാം ഹെറോയിൻ ഇയാളിൽ നിന്നും കണ്ടെടുത്തു. ഒല്ലൂർ പോലീസും തൃശൂർ സിറ്റി പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഒല്ലൂർ പ്രിൻസിപ്പൽ SI ബൈജു KCയും തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചിറക്കക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം 5ാം ദിവസം ക്ഷേത്ര ചടങ്ങുകൾക്കു ശേഷം യജ്ഞശാലയിലെ ചടങ്ങുകൾ നടന്നു. കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് രുക്മിണി സ്വയംവര ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിലെത്തിയ ശേഷം 12 മണിക്ക് രുക്മിണി സ്വയംവരം, ലക്ഷ്മി നാരായണ പൂജ, നിറപറ സമർപ്പണം എന്നിവ നടന്നു. 11 മണി മുതൽ 2:30 വരെ സ്വയംവര സദ്യയുണ്ടായി. തുടർന്ന് ഭാഗവത പാരായണം, 5:20 ശ്രീചക്രപൂജ, സർവൈശ്വര്യ പൂജ, ഭഗവതി സേവ എന്നിവയ്ക്കു ശേഷം 7 മണിക്ക് ദീപാരാധന, ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതനാമാർച്ചന, നാമസങ്കീർത്തനം, തുടർന്ന് പ്രഭാഷണം. 9 മണിക്ക് മംഗളാരതി, തുളസി, മുല്ലപ്പൂവ്, ചെത്തിപ്പൂവ് എന്നിവയായിരുന്നു അർച്ചന. വെണ്ണ, പാൽ, കരിക്ക് എന്നിവയായിരുന്നു നിവേദ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ മേയർക്കെതിരെ ഡെപ്യൂട്ടി മേയർ ML റോസിയുടെ കടുത്ത വിമർശനം.
മുതിർന്ന പൗരന്മാരുടെ പ്രശ്ന പരിഹാരത്തിന് സാമൂഹിക ഇടപെടൽ വേണമെന്ന് വനിതാ കമ്മീഷൻ അംഗം ഇന്ദിര രവീന്ദ്രൻ. വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ SSLC+2 പുരസ്കാര വിതരണം മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പൂമല ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് രക്തദാന ക്യാമ്പ് നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.